മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പീൻ. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയരെയും സ്വാഗതം ചെയ്യുന്നു. നിഷ്കളങ്കതയും പ്രത്യാശയും ഉള്ള പ്രാവ് എന്നൊരു വിഷയം നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. കുടപ്രഭുകളെ, യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്താൽ വിടുവിക്കപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി മാത്രം വേർതിരിയപ്പെട്ട ഒരു കൂട്ടമാണ് ദൈവസഭ. ക്രിസ്തുവേശുവിലായിത്തീർന്ന ദൈവമക്കളെ കർത്താവ് അവർക്കുള്ള ദൗത്യം ഏൽപ്പിച്ച് അയച്ചിരിക്കുന്നു. അവരെ ആടുകളെ പോലെ അയച്ചിരിക്കുകയാണ്. അവർ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭയെ പ്രാവിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ആ പ്രാവ് നിഷ്കളങ്കതയോടും പ്രത്യാശയോടും കൂടെ ഇന്ന് പാർക്കുന്നു. നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു എങ്കിലും അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തവനായ കർത്താവാണ്. അവൻ ഇന്നും ജീവിക്കുന്നു. തന്നെ കാത്തിരിക്കുന്ന തൻ്റെ സഭയ്ക്കായി വേഗം അവൻ മടങ്ങി വരും. അവൻ മടങ്ങി വരുന്നത് തനിക്കായി കുറുകി ഞെരങ്ങി കാത്തിരിക്കുന്ന പ്രാക്കളെ ചേർക്കുവാൻ വേണ്ടിയാണ്. മണവാളിനു വേണ്ടി കാത്തിരിക്കുന്നവരുടെ പ്രത്യാശയെപ്പറ്റി തിരുവചനം പറയുന്നത്, ഞാൻ പ്രാവ് പോലെ കുറുകി എൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകത്തിലാണ് ഈ വാക്യം വായിക്കാൻ കഴിയുന്നത്. പ്രിയരെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യാശ ഓരോ ദിവസവും പുതുക്കമുള്ളതായിരിക്കണം. നാമും പ്രാവിനെ പോലെ നിഷ്കളങ്കതയോടുകൂടി കുറുകി നമ്മുടെ കണ്ണ് നമ്മുടെ പ്രാണനാഥൻ്റെ വരവിന് വേണ്ടി ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നവരായി തീരണം. പാറയുടെ പിളർപ്പിൽ ഇരിക്കുന്ന ഈ പ്രാവിനെക്കുറിച്ച് തിരുവെഴുത്തിൽ ശക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും നിന്റെ മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു എന്ന് ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നു. പിളർക്കപ്പെട്ട പാറയുടെ മറവിലിരിക്കുന്ന തൻ്റെ പ്രാവിൻ്റെ കുറുകുന്ന സ്വരം നാഥന് ഏറെ ഇമ്പകരമായതാണ് എന്ന് ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പ്രാവ് കർത്താവിൻ്റെ മണവാട്ടിയായ സഭയാണ്. സഭയുടെ സ്വരം സഭാനാഥനെ ഏറെ ആനന്ദിപ്പിക്കുന്നതാണ്. ഈ പ്രാവിനെക്കുറിച്ച് വീണ്ടും വചനം വെളിപ്പെടുത്തുന്നു. എൻ്റെ പ്രാവും എൻ്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം. ഉത്തമഗീതം 6:9 പറയുന്നു. ആ പ്രാവിനെക്കുറിച്ച്, ദൈവസഭയാകുന്ന പ്രാവിനെക്കുറിച്ച് പറയുന്നത്, എൻ്റെ പ്രാവ്, എൻ്റെ നിഷ്കളങ്കതയുള്ളവൾ, അവൾ ഒരുത്തി മാത്രം. പ്രിയരെ, സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായ പ്രാവിനോട് കർത്താവ് ഉപമിച്ചിരിക്കുന്നു. ഈ പ്രാവ് പാറയുടെ പിളർപ്പിൽ ഇരിക്കാനുണ്ടായ സാഹചര്യം ലേവ്യ പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കുഷ്ഠരോഗികളുടെ ശുദ്ധീകരണ നിയമവുമായി ബന്ധപ്പെട്ട 2 പ്രാക്കളെ പുരോഹിതനരികിൽ കൊണ്ടുവരികയും കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിനു വേണ്ടി അതിലൊന്നിനെ അറുത്ത് അതിൻ്റെ രക്തം ശേഖരിച്ച് ആ രക്തത്തിൽ അതിൻ്റെ ഇണപ്രാവിനെ മുക്കിയെടുത്ത് അതിനെ പുരോഹിതൻ വെളിയിൽ കൊണ്ടുപോയി പറത്തി വിടണം. ഒരു പ്രാവ് കൊല്ലപ്പെടുകയും കൊല്ലപ്പെട്ട പ്രാവിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ട അടുത്ത പ്രാവ് തൻ്റെ ദേഹമാസകലം പുരട്ടപ്പെട്ട തൻ്റെ ഇണയുടെ രക്തത്താൽ തൻ്റെ വെളുത്ത ആ നിറമാകെ മാറി അതിനാകമാനം ഒരു വ്യത്യാസം വരുന്നു. ഇതിനെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ ഓർപ്പിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതാക്കിയിരിക്കുന്നു എന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. രക്തക്കറയിൽ മുക്കപ്പെട്ട പുറത്തേക്ക് പറത്തിവിട്ട പ്രാവ് തൻ്റെ പഴയ കൂട്ടിലേക്കോ തൻ്റെ കൂട്ടുകാരുടെ കൂട്ടത്തിലേക്കോ മടങ്ങിപ്പോകാതെ
അത് ദൂരെയുള്ള പാറക്കൂട്ടങ്ങളുടെ കടുന്തൂക്കിലേക്ക് പറന്നു ചെന്ന് തൻ്റെ ഇണയെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയാൽ അവിടെ പാർത്ത് കുറുകി ഞരങ്ങി തൻ്റെ ഇണയ്ക്കായി കാത്തിരിക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, പട്ടണങ്ങളെ വിട്ട് പാറപ്രദേശത്ത് പാർക്കുവീൻ, ഗുഹയുടെ പാർശ്വങ്ങളിൽ കൂടുവയ്ക്കുന്ന പ്രാവിനെ പോലെയാകുവീൻ. ഈ പ്രാവ് തൻ്റെ പഴയ കൂട്ടിലേക്ക് പോകാതെ പാറയുടെ പിളർപ്പിലേക്ക് പോയി പാർത്തതിന് കാരണം അത് തൻ്റെ കൂട്ടത്തിലേക്ക് ചെന്നാൽ രൂപവ്യത്യാസം വന്ന തന്നെ മറ്റു പ്രാക്കൾ കൊത്തി ഓടിക്കുമെന്നതിനാലാണ്. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലും ഈ പ്രാവിനെ പോലെ തന്നെയല്ലേ? കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ പഴയ സമൂഹവും ലോകവും പകയ്ക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്ന, എൻ്റെ നാമം നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യും എന്ന് കർത്താവും പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നു. കൂടപ്പിറപ്പുകളെ, പാറയുടെ പിളർപ്പിലിരിക്കുന്ന പ്രാവിൻ്റെ ഇണയെക്കുറിച്ചുള്ള ദുഃഖവും വേദനയും ഒറ്റപ്പെട്ട് മരുഭൂമിയിൽ പാർക്കുന്നതിൻ്റെ ആ ഏകാന്തതയും പാറയുടെ പിളർപ്പിലിരിക്കുന്നതിൻ്റെ ചുട്ടുപൊള്ളുന്ന ചൂടുമൊക്കെ സഹിച്ചുകൊണ്ട് ഈ പ്രാവ് ഏറിയ ഒരു പ്രത്യാശയോടെ പാർക്കുകയാണ്. അതുപോലെ തന്നെ പ്രാണപ്രിയന്റെ ക്രൂശമരണത്താൽ ചൊരിയപ്പെട്ട രക്തത്തിൽ കഴുകപ്പെട്ട് ദേശത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് പുതിയ സൃഷ്ടിയായി ലോകം പകയ്ക്കുന്നവരായി വേർപെട്ട ആരാധനയുടെ അനുഭവത്തിൽ പിളർക്കപ്പെട്ട പാറയായി ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന പ്രാവായ മണവാട്ടി സഭയാണ് നാം ഓരോരുത്തരും. നമുക്ക് വിലയേറിയ ഭാഗ്യകരമായൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രാണപ്രിയൻ നമുക്ക് വേണ്ടി നമ്മെ ചേർത്തുകൊള്ളുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അവൻ നമ്മുടെ സ്വരം കേൾക്കാൻ, നമ്മുടെ മുഖം കാണുവാൻ വാഞ്ചിക്കുന്നു. അവൻ്റെ വരവിനായി പ്രിയനെ നമുക്കും കാത്തിരിക്കാം. നമ്മുടെ പ്രാണപ്രിയൻ വേഗം വരും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. മഹാപരിശുദ്ധനും നിത്യനുമാകുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങളെ ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകിത്തന്ന ഈ നല്ല സമയത്തിനായി, സന്ദർഭത്തിനായി സ്തോത്രം. കർത്താവ്, പാറയുടെ കടുന്തൂക്കിൽ ഒറ്റയ്ക്ക് പോയി പാർക്കുന്ന ആ പ്രാവിനെ പോലെ, പ്രത്യാശയോടെ തൻ്റെ ഇണയ്ക്കായി കാത്തിരിക്കുന്ന പ്രാവിനെ പോലെ ഞങ്ങളും നിഷ്കളങ്കരായ പ്രത്യാശയുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളായി, സഭയായി അങ്ങയുടെ മുൻപിൽ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരും കർത്താവിൻ്റെ വരവിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നവരുമായി തീരുവാൻ സഹായിക്കണം. ഇന്ന് പകലിൽ നിന്റെ മക്കൾ വ്യത്യസ്തമായ ആവശ്യങ്ങളുടെ മുഖത്ത് ഭാരപ്പെടുന്നവർ, അവരുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ വിടുതൽ അനുഭവിക്കുവാൻ കർത്താവ് കൽപ്പിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൻ്റെ അധികാരം ദൈവജനത്തിന്മേൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പച്ച ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.